തേജസ്വിനി പുഴയോരത്ത് സർഗവേനൽ മെയ് 24-ന്. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. കുട്ടികളുടെ അവധിക്കാല വായന പരിപോഷണത്തിൽ സംസ്ഥാനത്തിന് മാതൃക പകർന്ന് വായനാ വെളിച്ചം പദ്ധതി. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച തനത് പദ്ധതിയായ വായനാ വെളിച്ചത്തിന്റെ ഭാഗമായി വായനക്കാരായ കുട്ടികളും ഗ്രന്ഥശാലയിലെ വായനാ വെളിച്ചം കൺവീനറുമായ 600ഓളം പ്രതിനിധികളും പങ്കെടുക്കുന്ന സർഗവേനൽ 24 വെള്ളിയാഴ്ച പ്രകൃതി രമണീയമായ അച്ചാംതുരുത്തിയിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രസാക്ഷിയായ തേജസ്വിനി പുഴയോരത്ത് അച്ചാംതുരുത്തി ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ സംഘാടനത്തിലാണ് സർഗവേനലിന് അരങ്ങൊരുങ്ങുക. വെള്ളിയാഴ്ച രാവിലെ 9:30-ന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു പരിപാടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മധ്യവേനൽ അവധിക്കാലത്ത് വായനയ്ക്ക് അവധിയില്ല എന്ന സന്ദേശമുയർത്തി ഹോസ്ദുർഗ് താലൂക്കിലെ 230 ഗ്രന്ഥശാലകളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. ഗ്രന്ഥശാലകളിൽ വായനക്കൂട്ടങ്ങൾ കുട്ടികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഓരോ ഗ്രന്ഥശാലയിലും വായനാ വെളിച്ചം കൺവീനറെ തിരഞ്ഞെടുത്തുമാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. മെയ് 24-ന്റെ സർഗവേനൽ പരിപാടിയിൽ വായനയുടെ നാനാർത്ഥങ്ങൾ, വായനശാലകളുടെ ചരിത്രവും വർത്തമാനവും, കളിയും കാര്യവും എന്നീ വിഷയങ്ങളിൽ കുട്ടികളുടെ ഇടപെടലുകൾക്ക് മികച്ച പരിഗണന നൽകി പാനൽ ചർച്ചകൾ നടക്കും. വൈകിട്ട് 3 മണിക്ക് സമാപന കൂടിയിരിപ്പ് ഗ്രന്ഥാലോകം മാസിക മുഖ്യ പത്രാധിപർ PVK പനയാൽ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും. പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ CV പ്രമീള, വർക്കിംഗ് ചെയർമാൻ TV ശ്രീജിത്ത്, ജനറൽ കൺവീനർ V ചന്ദ്രൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ, സംഘാടക സമിതി വൈസ് ചെയർമാൻ KV കൃഷ്ണൻ, ബാലവേദി താലൂക്ക് കോർഡിനേറ്റർ സുനിൽ പട്ടേന, ശ്രീനാരായണ ഗ്രന്ഥാലയം സെക്രട്ടറി PV നിശാന്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ.